നമസ്കാരം, ഞാൻ ഡോക്ടർ മിനു ചെറിയൻ. ഇന്ന് ലോകമെമ്പാടും ഒരു വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ക്യാൻസർ. ഒരു വശത്ത് നമ്മുടെ ഡോക്ടേഴ്സ് വളരെ ശ്രമപ്പെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോൾ മറുവശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണ് ഉണ്ടാകുന്നത്. പൂർണ്ണമായും തടയാൻ സാധിക്കാത്ത ഒന്നല്ല ക്യാൻസർ. പ്രാരംഭത്തിലുള്ള കണ്ടെത്തലുകളും കൃത്യമായ ശരിയായ ചികിത്സാ രീതികളും പ്രാധാന്യം അർഹിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനായി ശ്രീ മൂകാംബിക ക്യാൻസർ സെൻ്ററിലെ വിദഗ്ധരായ ഡോക്ടേഴ്സ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ. സർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ചന്ദ്രമോഹൻ, ക്യാൻസർ സർജൻ, ശ്രീ മൂകാംബിക ക്യാൻസർ ഹോസ്പിറ്റൽ. ഞാൻ ഡോക്ടർ പ്രദീപ്, മൂകാംബിക മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊഫസറും HOD-യാണ്. ഞാൻ ഡോക്ടർ ജയകുമാർ, ശ്രീ മൂകാംബിക ക്യാൻസർ സെൻ്ററിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഡോക്ടർ ശ്രീജിത്ത് നായർ, മൂകാംബിക മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം തലവൻ. എൻ്റെ ആദ്യത്തെ ചോദ്യം ഡോക്ടർ ചന്ദ്രമോഹൻ സാറിനോടാണ്. സർ, ഈയിടെയായി ക്യാൻസർ ഒരുപാട് വർദ്ധിച്ചു വരുന്നു. അതിന് എന്താണ് കാരണം? നമ്മുടെ നാട്ടിൽ ക്യാൻസർ കൂടി വരുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് 2018 ലാൻഡ്സെറ്റ് എന്ന് പറയുന്നൊരു മാഗസിൻ ഇന്ത്യയിലെ ക്യാൻസറുകളുടെ ഒരു ഹോട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള റീജിയൻ റെഡായിട്ട് കാണിച്ചത് കേരളവും മേഘാലയമാണ്. അപ്പം ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഷോക്ക്ഡായിപ്പോയി. മാത്രമല്ല, ഒരു ക്യാൻസർ പ്രോൺ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിലൊരു എമോഷണൽ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ലാൻഡ്സെറ്റിന് ഞങ്ങൾ റിപ്ലൈ ചെയ്യുകയും ചെയ്തു. അതവരുടെ കറസ്പോണ്ടൻസിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ആർഗ്യൂ ചെയ്തത് ഈ കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. മാത്രമല്ല, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇൻക്രീസ് നമ്പർ ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ASR ഒക്കെ എടുക്കുമ്പോൾ അത് നള്ളിഫൈ ചെയ്യുവാണെങ്കിൽ കൂടെ ആ ഒരു പ്രധാന കാരണമാണ് അതിൻ്റെ ഇതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ക്യാൻസർ കൂടി വരുന്നുണ്ട്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കരിയർ തുടങ്ങിയ സമയത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലികളിൽ പോലും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഓരോരുത്തർ കുടുംബം എടുത്താലും ശരി, ഡോക്ടർമാരുടെ ഇടയ്ക്ക് എടുത്താലും ശരി, ക്യാൻസർ എക്സ്പെർട്സിൻ്റെ അടുത്ത് എടുത്താലും ശരി, നിങ്ങൾക്ക് കുറച്ച് ക്യാൻസർ പിടിച്ച ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ക്യാൻസറിൻ്റെ സംഖ്യ നല്ലോണം കൂടുന്നുണ്ട്, അതോടൊപ്പം ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടുന്നുണ്ട്. സർ, കേരളത്തിലും തമിഴ്നാട്ടിലും ഏതുതരം ക്യാൻസറാണ് കൂടുതലായി കാണപ്പെടുന്നത്? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ ക്യാൻസറുകൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ തരം ക്യാൻസറുകളല്ല, ഒരേ സംഖ്യയുമല്ല. അപ്പം വളരെ അത് മാത്രമല്ല, ഇത് പീരിയോഡിക്കായിട്ട് മാറുകയും ചെയ്യും. കാരണം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ PBCR മാനേജ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ആ വിഭാഗം പലപ്പോഴും എനിക്ക് അവരെ സന്ദർശിക്കാനും അവരുമായിട്ട് ചർച്ച നടത്താനും അവിടുത്തെ ഫാക്ട്സ് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ക്യാൻസറിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഡെക്കേഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം സ്ത്രീകളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന രണ്ടാമത്തെ ക്യാൻസർ കാർസിനോമ സർവിക്സാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അത് വളരെ താഴെ പോയി. കേരളത്തിൽ അത് 5-ാമതോ 6-ാമതോ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാർസിനോമ സർവിക്സ്. എന്നാൽ കാർസിനോമ ബ്രസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു വർഷം 50,000-ഓളം ക്യാൻസറുകൾ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഈ PBCR പറയുന്നത് ഒരു 1,00,000 പേരിൽ എത്ര പേർ ക്യാൻസർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പം വളരെ സിമ്പിളാണ്. അതായത് റൂറൽ 50, അർബൻ 100, മെട്രോസ് 150. അപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മിക്ക സ്ഥലങ്ങൾ അർബനൈസ്ഡാണ്. അപ്പോൾ എവിടെ പോയാലും 1,00,000 പേരിൽ 150 പേർക്ക് ASR, ഏജ് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ക്യാൻസർ ഉണ്ട് അവിടെ കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിലെ വില്ലേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും അത് 50 ഉള്ളൂ. എന്നാൽ ചെന്നൈ പോകുമ്പോഴത്തേക്കും കേരളത്തിനകത്ത് റേറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു വ്യതിയാനം എല്ലായിടത്തും ഉണ്ട്. പിന്നെ കോമൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതും വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആണുങ്ങളിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ലങ് ക്യാൻസറാണ്. രണ്ടാമത് ഓറൽ ക്യാൻസറാണ്. എന്നാൽ നമ്മൾ നേരെ മലബാറിൽ പോയി കഴിയുമ്പോഴത്തേക്കും ലങ് ക്യാൻസർ കഴിഞ്ഞ് അടുത്ത് വരുന്ന സ്റ്റൊമക് ക്യാൻസറാണ്. അപ്പം അതിന് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് കാണും, ചിലപ്പം പിന്നെ നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് കാണും, ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് കാണും. ആ ഒരു വ്യതിയാനമുണ്ട്. അപ്പം അതിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റി കൂടുമ്പോഴത്തേക്കും ചില ക്യാൻസറുകൾ കുറയും. അപ്പം സെർവിക്കൽ ക്യാൻസറിൻ്റെ സംഖ്യ കുറയും, ഓറൽ ക്യാൻസർ കുറഞ്ഞതിന് സാധ്യതയുണ്ട്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ക്യാൻസർ കൂടും, എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ സംഖ്യ കൂടും, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സംഖ്യ കൂടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ കേരളവും തമിഴ്നാടും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ സെർവിക്കൽ ക്യാൻസർ ആണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ വരുന്നത് പിന്നെ തൈറോയ്ഡ്, ഓവറി, ഇതൊക്കെ കഴിഞ്ഞിട്ട് സെർവിക്കൽ ക്യാൻസർ വരുന്നത്. അപ്പം അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വസ്തുത കോളറക്ടൽ ക്യാൻസർ എല്ലായിടത്തും കൂടി വരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് PBCR വന്നപ്പോഴത്തേക്കും മെയിൽസിലും ഫീമെയിൽസിലും മൂന്നാമത് വന്നിരിക്കുന്ന ക്യാൻസർ കോളറക്ടൽ ക്യാൻസർ.
സർ, പുതിയതരം വാക്സിനുകൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. അവയ്ക്ക് ക്യാൻസറിനെ തടയാൻ സാധിക്കുമോ? വാക്സിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വാക്സിൻ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ വാക്സിനാണ്. കാരണം HPV എന്ന് പറയുന്ന വൈറസ് അണുബാധ സെർവിക്കൽ ക്യാൻസറുമായിട്ട് ഏതാണ്ട് ഒരു 100% ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് HPV ഇൻഫെക്ഷനിൽ നിന്നും അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു ബേസിസിൻ്റെ പുറത്താണ് ഇത് പ്രചാരത്തിലായിരിക്കുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ എല്ലാ പഠനങ്ങളും പ്രധാന പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ഇന്ത്യയിലാണ്. ഡോക്ടർ ശങ്കർ നാരായൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം തന്നെ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അടുത്ത കാലത്തുള്ള റിസർച്ച് പഠനങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു ഡോസ് വാക്സിൻ എടുക്കുകയാണെങ്കിൽ കൂടെ ഗുണം കിട്ടും എന്നുള്ളതാണ് ചില പഠനങ്ങൾ വഴി പുറത്തു വന്നിരിക്കുന്നത്. അപ്പം സെർവിക്കൽ ക്യാൻസറാണ് ഒരു വാക്സിൻ വഴി പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ക്യാൻസറിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം. എന്നാൽ ഇതുപോലെ തന്നെ വേറെ ചില ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഉദാഹരണമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അത് ക്യാൻസറിലേക്ക് വഴിതെളിക്കാം. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസ് വാക്സിൻ എടുത്തിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വരാതിരുന്നാൽ അത് ക്യാൻസർ അതിൽ നിന്ന് നമുക്ക് തടയുന്നുണ്ട്. അപ്പം ഈ 2 എക്സാമ്പിളാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ പല വാക്സിൻ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ടുള്ള പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിനും പിന്നെ ക്യാൻസറിലേക്ക് കുറയ്ക്കാനും ഒരു പക്ഷേ സഹായിച്ചെന്ന് വരാം. സർ, ആധുനിക സർജറികൾ ഏതൊക്കെയാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ക്യാൻസർ ശസ്ത്രക്രിയയിൽ അടുത്ത കാലത്തുണ്ടായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഈ സർജറിയൊക്കെ ഡീഎസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ കരിയർ തുടങ്ങിയ സമയത്തുള്ള സർജറികൾ വളരെ 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 റാഡിക്കലായിരുന്നു. അപ്പോൾ റാഡിക്കൽ സർജറി ചെയ്യുന്നതിൻ്റെ ഗുണം ക്യാൻസർ വരില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ക്യാൻസർ റാഡിക്കാലിറ്റി കൊണ്ട് മാത്രം ക്യാൻസർ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് മാത്രം ക്യാൻസർ മാറത്തില്ല. അതോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ കറക്റ്റ് ബയോളജി അറിയുന്നു, അതിൻ്റെ കൂട്ടത്ത് സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, റേഡിയേഷൻ കൊടുക്കുന്നു. ആ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ ശസ്ത്രക്രിയ ഡീഎസ്കലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ ശസ്ത്രക്രിയയുടെ പാർശ്വഫലങ്ങൾ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഇപ്പം നമ്മുടെ കീഹോൾ അല്ല റോബോട്ടിക്സ് ഇത് ഒരു നല്ലൊരു മുന്നേറ്റമാണ്. കാരണം ശസ്ത്രക്രിയയുടെ റാഡിക്കാലിറ്റിയും രോഗിക്കുള്ള പല ആവശ്യകതകളും കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലോണം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ ഒരു കാഷ്വലായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു, പേഷ്യൻ്റ് അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ നോർമൽ റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കീഹോൾ വഴിയും റോബോട്ടിക് വഴിയും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ റീകൺസ്ട്രക്ഷൻ അതിൻ്റെ ഓങ്കോപ്ലാസ്റ്റിക് ടെക്നിക്കുകൾ അത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അത് കാരണം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് മുന്നിലും പിന്നിലും ഒരുപക്ഷെ രോഗിയുടെ ബ്രസ്റ്റ് കണ്ട് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ ഇന്ന് സാധ്യമാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം പിന്നെയും പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ക്യാൻസർ ആയിട്ട് പറയുകയാണ് സ്ത്രീകളിൽ. അതിൻ്റെ സംഖ്യ മറ്റുള്ള ക്യാൻസറുകൾ എത്രയോ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന രോഗികൾക്കുണ്ടായിരുന്ന ഒരു പ്രധാന കോംപ്ലിക്കേഷൻ ലോങ് ടേം ആയിട്ട് കയ്യിൽ നീര് കെട്ടും. പ്രത്യേകിച്ച് ആക്സിലർ ഡിസെക്ഷനും റേഡിയേഷനും കഴിയുമ്പോഴത്തേക്കും കയ്യിൽ നല്ലവണ്ണം നീര് കെട്ടും. ആ നീര് കെട്ടുന്നത് പല അരോചകമാണെന്ന് മാത്രമല്ല അവർക്ക് കൈ ഉപയോഗിക്കാൻ പോലും പ്രയാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഇപ്പം സെന്റിനൽ നോഡ് ബയോപ്സി വന്നിട്ടുണ്ട്. അതിനും അപ്പുറത്തായിട്ട് ഇപ്പോൾ ആക്സിലർ ഡിസെക്ഷൻ ചെയ്യുവാണെങ്കിൽ ഈ അതിലുള്ള ലിംഫാറ്റിക് വെസൽസ് അനസ്റ്റമോസ് ചെയ്യുന്ന ലിംഫ എന്ന് പറയുന്ന മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗൻ പ്രിസർവേഷൻ. അപ്പോൾ പണ്ടാണെങ്കിൽ ഒരു ഓർഗൻ ക്യാൻസർ വരുന്നു നമ്മളങ്ങ് മാറ്റുമ്പോൾ ആ ഓർഗൻ്റെ ഫംഗ്ഷൻ നിയക്കും. ഇപ്പം റെക്ടൽ ക്യാൻസർ വരുവാണെങ്കിൽ പെർമനൻ്റായിട്ട് സ്റ്റോം വയ്ക്കും. അതുപോലെ തന്നെ കാലിൻ്റെ ക്യാൻസർ വരുവാണെങ്കിൽ കാല് മുറിച്ച് മാറ്റപ്പെടും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ യൂസ് ചെയ്തിട്ട് സർജറിയുടെ ഗ്രാവിറ്റി കുറയ്ക്കുന്നു, ഓർഗൻ പ്രിസർവേഷൻ ചെയ്യുന്നു. അപ്പം റെക്ടൽ ക്യാൻസർ വന്നാൽ സ്റ്റോമ വയ്ക്കേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ അത് ക്യൂറാക്കാൻ പറ്റും. അതുപോലെ കാലിൻ്റെ ഒരു സാർക്കോമ വന്നു കഴിഞ്ഞാൽ കാല് മുറിക്കേണ്ട കാര്യമില്ല. ആ രീതിയിലേക്ക് ഓർഗൻ പ്രിസർവേഷനും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. സർ, സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉപയോഗം മൂലം ക്യാൻസർ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ടോ? ഞാനൊരു ക്യാൻസർ പിന്നെ എപ്പിഡമിയോളജി വിദഗ്ധനല്ല, എന്നാൽ കൂടെ ഇത്തരം ചോദ്യങ്ങൾ ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നുണ്ട് വരുമോ, കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് വരുമോ, പിന്നെ അങ്ങനെ അനവധി ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ PTFO, PFO എന്ന് പറയുന്ന 2 സബ്സ്റ്റൻസ് ആണ്. അതിൽ PTFE ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ PFO അങ്ങനെ അത് ഹിസ്റ്റോറിക്കലാണ്. അപ്പോൾ PFO ഉപയോഗിക്കുന്നുണ്ട് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം നമ്മൾ ഓവർ ഹീറ്റ് ചെയ്യുകയും അതിൻ്റെ കോട്ടിങ് ഇളകുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് സാധ്യത ഉണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്. വലിയ പ്രൂഫൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കുന്നത് നന്നായിരിക്കും. സർ, നമ്മുടെ ലൈഫ് സ്റ്റൈലും ക്യാൻസറിൻ്റെ വർധനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡെഫിനറ്റായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതി തന്നെയാണ് അതിനകത്തെ പല ക്യാൻസറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറുന്നത്. അതിലാദ്യത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുകവലി തന്നെയാണ്. പുകവലി കൊണ്ട്
ഏകദേശം എല്ലാ ക്രോണിക് ലിംഫാറ്റിക് ലുക്കീമിയ എന്ന് പറയുന്നൊരു ക്യാൻസർ ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങളുടെയും ചാൻസസ് വളരെയധികം കൂട്ടും. മാത്രമല്ല ഈ പുകവലിച്ച് കഴിഞ്ഞൊരു രോഗി ക്യാൻസറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് കൊടുക്കുന്ന ചികിത്സയ്ക്ക് അത് ശരിക്കും പ്രതികരിക്കാറുമില്ല. മാത്രമല്ല ഡ്രഗിൻ്റെ മറ്റേ ടോക്സിസിറ്റീസും എല്ലാം വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ മദ്യം. ഇത് ഇപ്പോഴത്തെ പുതിയ പല സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ഏറിയ ആൾക്കാർക്ക് മാത്രമല്ല, പ്രായമേറിയ ആൾക്കാർക്ക് മാത്രമല്ല, കുട്ടികൾ വരെ അത് സാധാരണമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ മുതലായ അസുഖങ്ങൾ അത് വരാം. ഇത് വരുന്നത് എപ്പോഴാണ്? ഇവരൊരു 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് വരുന്നത്. അതായത് ജീവിതത്തിലേക്ക് ഒന്ന് തുടങ്ങി കുടുംബമായി ഈ അവസ്ഥയ്ക്കാണ്. ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ വളരെ ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് അവർ മിക്കവാറും മരണത്തിലേക്ക് ഉള്ള യാത്ര ഒരു 6 മാസത്തിനകം തന്നെ നടക്കും. മൂന്നാമത്തത് ആഹാര രീതി. ഡോക്ടർ ചന്ദ്രമോഹൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ആ ഒരു പാറ്റേൺ ഓഫ് ഇൻഫെക്ഷൻ ക്യാൻസർ തന്നെ അങ്ങ് മാറിത്തുടങ്ങി. അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് നമ്മളൊരു നോൺ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് അങ്ങ് പോയി. അങ്ങനെ പോകുമ്പോൾ കോളോറക്ടൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇപ്പോൾ 3ാമതായിട്ട് വന്നു തുടങ്ങി. അതും വളരെ മിഡിൽ ഏജൊക്കെ ആകുമ്പോഴായിരിക്കും ഇവർക്ക് എല്ലാവർക്കും അസുഖം വരുന്നത്. വന്നു കഴിയുമ്പം ആ സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ വളരെ ക്രൂഷ്യൽ സമയത്താണ് ഇത് വരുന്നത്. പലപ്പോഴും നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു സർവൈലൻസ് പ്രോട്ടോകോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് പലപ്പോഴും ഇവരെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇടതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറും വലതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറും തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തത് എക്സ്പോഷർ ടു റേഡിയേഷൻ, ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതിനോടൊപ്പം തന്നെ ഈ ആഹാര സാധനങ്ങളിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അതും ഈ രോഗത്തിന് ഹേതുവാകാം. ഇതിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻസ്, HIV ഈ മുതലായ രോഗങ്ങൾ. ഈ സിറ്റുവേഷൻസിലും അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഡിസിൻസ് കൊടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നന്ന് കുറയുകയും ഇൻഫെക്ഷൻസും ക്യാൻസേഴ്സും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻസും ക്യാൻസേഴ്സും വരാനുള്ള സാധ്യതകൾ ഏറി വരുന്നു. സർ, ബ്ലഡ് ക്യാൻസർ, ലിംഫോമ എന്നിവ ആർക്കൊക്കെ വരാം? അതിനെന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റായിട്ട് ഉള്ളത്? പറയാം. ബ്ലഡ് ക്യാൻസർ സാധാരണ നമ്മൾ പ്രായമേറും തോറും നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. അതിനെ സ്പൊറാഡിക് ക്യാൻസേഴ്സ് എന്ന് പറയും. അതേസമയത്ത് ചില ജനിതകമായ തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അതായത് ഡൗൺ സിൻഡ്രോം, ഫാങ്കോണീസ് അനീമിയ, അറ്റാക്സിയ ടെറിറ്റേസിയ, ബ്ലൂം സിൻഡ്രോം എന്നൊക്കെ കുറേ സിൻഡ്രോമിക് അസോസിയേഷൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ജനറ്റിക് ഡിഫക്ട്സ് ആണ്. ഈ കുട്ടികൾക്ക് മിക്കവാറും ഈ ക്യാൻസേഴ്സ് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കും, ഒരു 10 വയസ്സിനൊക്കെ താഴെയാണ്. പിന്നെ ലിംഫോമ ഉണ്ടാകുന്നത് പല കാരണങ്ങളും കൊണ്ട് ലിംഫോമ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ ലിംഫോമ വരാറുണ്ട്. എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്ഷൻ മുതലായ കാരണങ്ങളും ഇൻഫെക്ഷൻ വരാറുണ്ട്. സർ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള RBCസും WBCസും പ്ലേറ്റ്ലെറ്റ്സും മുഴുവൻ ഉണ്ടാക്കുന്നത് ബോൺ മാരോയിലാണ്. ഇതുണ്ടാകുന്നത് എവിടെയാണ്? ബോൺ മാരോയിലെ മൂലകോശത്തിൽ നിന്നാണ്. അപ്പോൾ മൂലകോശമാണ്, അതായത് സ്റ്റെം സെൽ, ഇതാണ് ഇതിനെ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ റോ മെറ്റീരിയലും പോയിൻറ്റും. അപ്പോൾ പണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോണറുടെ ബോൺ മാരോ മൊത്തം എടുത്ത് പുറത്ത് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അത് ചെയ്യാറില്ല. ഇന്നിപ്പം കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മരുന്ന് യൂസ് ചെയ്ത് ഈ സ്റ്റെം സെൽസിനെ പെരിഫറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളൊരു മെഷീനിലോട്ട് പേഷ്യൻറ്റിനെ കണക്ട് ചെയ്ത് ഈ സ്റ്റെം സെല്ലെടുത്താണ് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് സാധനം വാങ്ങിക്കുന്നത് പോലെയാണ്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആണ് ഈ സ്റ്റെം സെല്ല് ചെയ്യുന്നത്. നമ്മൾ കാശൊന്നും കൊണ്ട് നടക്കാറില്ലല്ലോ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ റോളാണ് ഈ സ്റ്റെം സെല്ല് ചെയ്യുന്നത്. ഇത് ആർക്കാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തത് ഈ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ വന്ന് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടാമത് റിലാപ്സ് ചെയ്യും. അത് റിലാപ്സ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫിറ്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് അവരെ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും.
അതിൽ ഹൈ റിസ്ക്കും ഇൻ്റർമീഡിയറ്റ് റിസ്ക്കുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് രോഗം കംപ്ലീറ്റ് റെസ്പോൺസിലേക്ക് പോയാൽ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കംപ്ലീറ്റ് റെസ്പോൺസാണ്, ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാണ്, എന്തിനാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്? നമ്മൾ കംപ്ലീറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ പെരിഫറൽ സ്മിയറും ഒക്കെ നോക്കി എല്ലാം നോർമലായി. പക്ഷേ ഇത് ആണെങ്കിൽ തന്നെയും ഒരുപാട് സെൽസ് മൈക്രോസ്കോപ്പിക്കിൽ സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലർ ലെവലിൽ ബോൺ മാരോയ്ക്കകത്തുണ്ട്. അതിനെ മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ടേ സാധ്യതയുള്ളൂ. അത് അത് രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യും. ഒന്ന്, ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ സ്റ്റെം സെല്ലെടുത്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് എന്നും, ഒരു ഡോണറിൻ്റെ മാച്ച് ചെയ്ത സ്റ്റെം സെല്ലെടുത്ത് കൊടുക്കുന്നത് അതിനെ അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്നും പറയും. അലോജനിക് ട്രാൻസ്പ്ലാന്റിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫുള്ളി മാച്ച്ഡ്. ഇപ്പോൾ ഈ ഇപ്പം നമ്മുടെ പല കുടുംബങ്ങളിലും 1-2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ ഇവർക്കൊരു മാച്ച് കിട്ടാനുള്ള സാധ്യത തുലോം കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഹാഫ് മാച്ചും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിനെ ഹാപ്ലോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. ഇത് ആണിപ്പം കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. അതിന് ചിലവ് കുറച്ച് ജാസ്തി ഉണ്ടാവും. മൂന്നാമത്തത് ഒരു മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ. ഈ മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ HLA ടൈപ്പിംഗ് ചെയ്യും. എന്നിട്ട് അതൊരു നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ട്യൂമർ രജിസ്ട്രേറ്റ് അതിന് ഫീഡ് ചെയ്യും. അത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി ഇത് മുഴുവൻ സെർച്ച് ചെയ്ത് ഈ ലോകത്ത് എവിടെയാണ് ഇതിനകത്ത് മാച്ച് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് അവരവിടുന്ന് ഈ ഡോണറിനെ കോൺടാക്റ്റ് ചെയ്ത് അവിടുന്ന് അതിനെ സ്റ്റെം സെല്ല് കളക്ട് ചെയ്ത് നമുക്ക് ഇന്ത്യയിലോ ഏത് രാജ്യത്താണോ അത് ആവശ്യമുള്ളത് അവിടേക്ക് അത് കൊണ്ടുവരും. ഈ പറയുന്ന പോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പേനയെടുത്ത് മറ്റെടുത്ത് കൊടുക്കുന്ന പോലെ അല്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 വർഷത്തോളം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ കുറയ്ക്കുന്നത് കുറച്ച് മരുന്നൊക്കെ കൊടുത്താണ്. പക്ഷേ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. ഈ GVHD ആണ് ഈ ആളിനെ ഈ പിൽക്കാലത്ത് ഈ അസുഖം തിരിച്ചു വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഞാണിന്മേലുള്ള കളിയാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ ആ GVHD കൂടുകയും ചെയ്യരുത്, അതേസമയത്ത് അധികം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ലെവലിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻസ് ആർ ലോങ് ടേം സർവൈവേഴ്സ്. സർ, ഈ ബോൺ ട്യൂമേഴ്സ് കുട്ടികളിൽ കൂടുതലായി കാണുന്നുണ്ടല്ലോ സർ, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ബോൺ ട്യൂമേഴ്സ് സാധാരണ വരുന്നത് ഒരു 10 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കാണ്. ചിലപ്പോൾ അതിന് താഴെയും കാണുന്നുണ്ട്. പണ്ട് ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയിരുന്നപ്പം ട്യൂമർ വന്നു കഴിഞ്ഞാൽ കാലങ്ങ് മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇന്ന് അതൊന്നും ചെയ്യാറില്ല. ആ ചന്ദ്രമോഹൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഈ പേഷ്യൻസിന് ആദ്യം മുതൽ അവസാനം വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് കൊണ്ടുപോകണം. അതായത് പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജിയോ ബയോപ്സിയോ ചെയ്യുന്നത് മുതൽ പേഷ്യൻ്റെ ലാസ്റ്റ് കോഴ്സ് ഓഫ് കീമോതെറപ്പി കൊടുക്കുന്നത് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാഡ്ലി പ്ലേസ്ഡ് സർജിക്കൽ സ്കാർ വിൽ കൺവേർട്ട് എ ക്യൂറബിൾ വൺ ടു എ ഏർലി മെറ്റാസ്റ്റാറ്റിക്. അതായത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ബയോപ്സി ചെയ്തില്ലെങ്കിൽ ആ ട്യൂമർ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പണ്ടിപ്പം ഓസ്റ്റിയോജനിക് സാർക്കോമയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യം നമുക്ക് ബയോപ്സി എടുക്കും. അത് സർജറി ചെയ്യുന്ന സർജൻ തന്നെ അത് ചെയ്യണം എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് വരുന്ന സർജറിക്കുള്ള ഇൻസിഷൻ ഇടുമ്പം ഈ പഴയ സർജറി സ്കാർ മുഴുവൻ എടുത്ത് കളയണം. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ സർജറി ചെയ്ത് ഡയഗ്നോസൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 3 സൈക്കിൾ ഓഫ് കീമോതെറപ്പി കൊടുക്കും. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ സർജറി ചെയ്ത് പ്രോസസ്സസ് ഒന്ന് വയ്ക്കും. പ്രോസസ്സസ് വച്ചിട്ട് അടുത്ത 3 സൈക്കിൾ ഓഫ് കീമോതെറപ്പി കൂടെ കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ ഫോളോ അപ്പിന് വിടും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന സെൻറ്ററിൽ ഈ ഹോസ്പിറ്റലിന് അടുത്താണ് ആ പേഷ്യൻ്റ് താമസിക്കുന്നത്. എത്ര വർഷമായെന്നറിയാമോ? 42 വർഷത്തോളമായി. അപ്പോൾ അത്രയൊക്കെ ഫോളോ അപ്പ് പേഷ്യൻ്റ് ജീവിച്ചിരിക്കുന്നു എങ്കിൽ അന്ന് 16ാമത്തെ വയസ്സിലാണ് ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ അതിന് 56 വയസ്സങ്ങുണ്ടായി.
അത് ഈ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ് ആ കുട്ടി താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ സാധിക്കും. പക്ഷേ അതിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അപ്രോച്ചാണ് അത്യാവശ്യം. പിന്നെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ഓർ അൺഫോർസീൻ ഡിലേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഡോസ് ഇൻറ്റൻസിറ്റി കുറയ്ക്കരുത്. നമുക്ക് എപ്പോഴെങ്കിലും ഡോസ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് അത് ഹാനികരമായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് ഈ ബോൺ ട്യൂമേഴ്സ് മിക്കവാറും നമ്മളെല്ലാവരും പറയുന്നത് അത് ഇതുപോലെയുള്ള മേജർ സെൻറ്റേഴ്സിൽ തന്നെ വന്ന് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളത് എന്താണ് സർ? നമ്മൾ കീമോതെറാപ്പിന്ന് യൂസ് ചെയ്യുമ്പം നമ്മൾക്കൊരു ഈ കാർഡടച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയല്ല. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സെല്ലിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു മാർക്കർ കാണും. നമ്മൾ ആ മാർക്കറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് മരുന്ന് കൊടുക്കും. അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറിൽ അങ്ങനെ ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കുമ്പം സൈഡ് ഇഫക്ട്സ് നല്ലോണം കുറഞ്ഞിരിക്കും. ഈ പർട്ടിക്കുലർ സെല്ല് മാത്രമേ നശിച്ചു പോകാറുള്ളൂ, ബാക്കി സെല്ലുകളൊന്നും നശിച്ചു പോകുകയില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ്. ഒന്ന്. പിന്നെ രണ്ടാമത്, അത് പുതിയ കുറേ CDK ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിന്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് വളരെ സെലക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പോയി ആക്ട് ചെയ്യും. ഇതിൻ്റെ വേറൊരു വെർഷനാണ് ഇപ്പം വന്നിരിക്കുന്ന CAR T-സെൽ തെറാപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു ട്യൂമറുണ്ട്, ട്യൂമറിനൊരു പ്രത്യേക ഒരു ആൻറ്റിജൻ ഉണ്ട്. ആ ആൻറ്റിജൻ നമ്മളങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിന് എതിരെയുള്ള T-സെൽസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എൻജിനീയർ ചെയ്യും. നമ്മുടെ ശരീരത്തിലെ T-സെല്ലെടുത്തിട്ട് ഈ പർട്ടിക്കുലർ ആൻറ്റിജനുള്ള ആൻറ്റിബോഡി ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞ് നമ്മളെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്കും കൊടുത്തു കഴിയുമ്പം ഈ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. കുറച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ റിഫ്രാക്ടറി ആയിട്ടുള്ള ALL, റിഫ്രാക്ടറി നോൺ ഹോട്ട്കിൻസ് ലിംഫോമ, ഇതിനൊക്കെ ഇത് നല്ല റെസ്പോൺസും ലോങ് ടേം ഇഫക്ട്സും വന്നിട്ടുണ്ട്. ഇതിന് ചെറിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതിന് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അറിയാനൊക്കെ ഉള്ളൂ. ഇതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ് മറ്റേതുമായിട്ട്. ഒന്ന് വളരെ ടാർഗറ്റഡ് ആണ്, മറ്റേത് ടാർഗറ്റഡ് അല്ല. സർ, കീമോതെറാപ്പി എന്നത് എന്താണ്? അതിന് എന്തൊക്കെ പാർശ്വഫലങ്ങളാണ് ഉള്ളത്? പറയാം. അതായത് കീമോതെറാപ്പി, ഈ ക്യാൻസർ എന്ന് പറയുന്നത് കുറേ സെല്ലുകൾ ഇങ്ങനെ അൺബേർഡൻഡായിട്ട് പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് കീമോതെറാപ്പി കുറച്ച് മരുന്നുകൾ യൂസ് ചെയ്യിച്ച് ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയുന്നു. നമ്മുടെ ശരീരത്തിൽ ഇതിനോടൊപ്പം തന്നെ നോർമലായിട്ട് സെല്ലുകളിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതൊന്ന് നമ്മുടെ മജ്ജയിൽ, രണ്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ, മറ്റു പല ഭാഗങ്ങളിൽ ഇതുപോലെ സെല്ലുകളിങ്ങനെ. അപ്പം ഈ കീമോതെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ടാർഗറ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീമോതെറാപ്പി കൊടുക്കുമ്പം ഈ സെല്ലുകളെല്ലാം കുറയും. അപ്പോൾ ആ സെല്ല് കുറയുമ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് വരും. ആ WBC കൗണ്ടും RBC കൗണ്ടൊക്കെ കുറയുമ്പം പേഷ്യൻ്റ് ഇൻഫെക്ഷ്യസ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടും. നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനകത്തെ സെല്ലുകൾ കുറയുമ്പം ഈ സാധാരണ വരുന്ന ഡയറിയ, ഇൻഫെക്ഷൻസ് എല്ലാം വരും. അപ്പോൾ ഇതിനെല്ലാത്തിനകത്ത് എല്ലാ സിസ്റ്റത്തിനകത്തും ഒരു ഇൻവോൾവ്മെൻറ്റ് വരും. ഹാർട്ടിന് വരാം, കാർഡിയാക് ഫെയിലറായിട്ട് വരാം, പെരിഫറൽ ന്യൂറോപ്പതി, ബോട്ടിസോപ്പ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് വരാം. പിന്നെ ചില ഡ്രഗ്, ബ്ലിയോമൈസിൻ എന്ന് പറയുന്നൊരു ഡ്രഗുണ്ട്, ബ്ലിയോമൈസിന് ലങ് ടോക്സിസിറ്റി വരാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ പക്ഷേ നമുക്കത് കീമോതെറാപ്പി ഇതുവരെ കളയാനൊക്കില്ല. കാര്യം വെച്ചാൽ ടൈം ടെസ്റ്റഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ പാർശ്വഫലങ്ങൾ കുറയ്ക്കണം. ഈ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒന്ന്, ഐഡിയലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈഡ്. രണ്ട്, നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി അറിയാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ആരായും. അതായത് ഒരു കീമോതെറാപ്പി കഴിഞ്ഞ് ഒരു പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു കത്ത് കൊടുത്തു വിടും. അവർ ലോക്കൽ ഡോക്ടറെ ചെന്ന് കണ്ട് ആ ഡോക്ടറോട് അവർ സംസാരിച്ചിട്ട് അവർ പറയും അവർക്ക് ഇത്ര ദിവസം പനിയുണ്ടോ, വയറിളക്കം ഉണ്ടോ, ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടനെ മെഡിക്കൽ ഹെൽപ്പ് വേണം. മാത്രമല്ല, ഈ WBC കൗണ്ട് കുറയുമ്പം അത് കുറയാതിരിക്കാൻ വേണ്ടി, അതോ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് റിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഓരോ മരുന്നുകളുണ്ട്. പിന്നെ 2 ഡ്രഗ് ഇൻട്രാക്ഷൻസ്, രണ്ട് ഡ്രഗ് കൊടുക്കുമ്പോൾ തമ്മിൽ ഇൻട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രോബ്ലംസ് വരാതിരിക്കാൻ നോക്കും. ഡ്രഗ്സിന് തമ്മിൽ ഇൻട്രാക്ഷൻ വരാതെ ഉള്ള ഡ്രഗ്സ് നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ ആസ് മച്ച് ആസ് പോസിബിൾ കീമോ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മാത്രമല്ല സ്ലോലി കീമോതെറപ്പി പതുക്കെ അങ്ങ് ഫേസ് ഔട്ട് ചെയ്തിട്ട് ഇപ്പം ഇമ്മ്യൂണോതെറപ്പിയും ടാർഗറ്റഡ് തെറാപ്പിയായിട്ട് വരും. ജയകുമാർ സർ, നിലവിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരു സ്പെഷ്യാലിറ്റി മാത്രമായിട്ടല്ല ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൂടെ സർജറി വേണം, കീമോതെറാപ്പി വേണം, റേഡിയേഷൻ വേണം. ഇവരുടെ എല്ലാവരും കൂടെ ഒരു കോമ്പിനേഷൻ ആകുമ്പോഴേ മിക്കവാറും ക്യാൻസറുകൾ നമുക്ക് 100% ഭേദമാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ സർജറി മാത്രം ചെയ്ത് മുഴുവൻ എടുത്ത് മാറ്റും. ഇപ്പോഴങ്ങനെയല്ല. ബ്രസ്റ്റ് ക്യാൻസർ ഒരു സിസ്റ്റമിക് ഡിസീസാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കീമോതെറാപ്പി വേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റഡ് തെറപ്പി വേണ്ടി വരും, ഹോർമോൺ തെറപ്പി വേണ്ടി വരും, മിക്കവാറും പേഷ്യൻസിന് റേഡിയേഷൻ ചികിത്സയും കൂടി വേണ്ടി വരും. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂമർ ബോർഡ് ഫോം ചെയ്ത് നമ്മളെല്ലാ സ്പെഷ്യലിസ്റ്റും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആർക്കൊക്കെ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം കീമോതെറാപ്പി വേണം, റേഡിയേഷൻ വേണം, സർജറി വേണം, ടാർഗറ്റഡ് തെറപ്പി ചില പേഷ്യൻസിന് വേണം, ചിലർക്ക് ഹോർമോൺ തെറപ്പി വേണം. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് നമ്മൾ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നത്. ഇതെല്ലാം കൂടെ ഉള്ളൊരു ഫെസിലിറ്റി ഉള്ള ഒരു സെൻറ്ററിൽ ചികിത്സിച്ച് ചെയ്താലേ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100% ഭേദമാക്കി കിട്ടാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മളതിൻ്റെ പെത്തോളജി നോക്കണം. പെത്തോളജി നോക്കിയിട്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. ഏത് മരുന്നാണ് ആ രോഗിക്ക് ടാർഗറ്റ് ചെയ്യും, അല്ലെങ്കിൽ രോഗിക്ക് എഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ സർജറി, ഏത് ടൈപ്പ് സർജറി. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ കൺസർവ് ചെയ്യണോ അതോ ഫുൾ എടുക്കണോ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ മലാശയ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം സ്റ്റോമ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഏതൊക്കെയാണ്, അതെല്ലാം നമ്മളൊരു ട്യൂമർ ബോർഡ് ഡിസിഷൻ എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ കൊണ്ടിട്ടാണ് ക്യാൻസറിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നത്. ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഭയപ്പെടേണ്ട ഒന്നാണോ? അതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ സർ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഭയമുള്ളത് റേഡിയേഷൻ. ഇപ്പോൾ ഒരു രോഗി നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അവർക്ക് വളരെ ഭയപ്പാടുകൂടിയാണ് കാണുന്നത്, ആ രോഗിയും രോഗിയുടെ വീട്ടുകാരും. കാരണം റേഡിയേഷൻ ചികിത്സ ചെയ്താൽ ആ ഭാഗം കറുത്തു പോവും, തലമുടി പോവും, ക്ഷീണമാവും, പിന്നെ ചുറ്റും അടുത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങൾ കിട്ടും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടോ മിങ്കിൾ ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകും. അതെല്ലാം തീർത്തും തെറ്റായ ധാരണകളാണ്. ഇപ്പോഴത്തെ ആധുനിക റേഡിയേഷൻ ചികിത്സ നമ്മൾ ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആധുനിക റേഡിയേഷൻ ചികിത്സ കൊടുക്കുമ്പോൾ യാതൊരു പാർശ്വഫലങ്ങളും നമുക്ക് കാണില്ല. റേഡിയേഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റേഡിയേഷൻ തീരാറാവുമ്പോൾ കുറച്ചൊരു റിയാക്ഷൻസൊക്കെ ചിലർ കണ്ടെന്നിരിക്കും. പക്ഷേ എന്നിരുന്നാലും അത് 2 മാസം കൊണ്ടെല്ലാം ആ റിയാക്ഷൻ എല്ലാം പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്കാൻ ചെയ്യും. അതിന് CT സിമുലേഷൻ എന്ന് പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് റേഡിയേഷൻ എന്ന് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് നമുക്കതിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം പരോട്ടിൽ ക്യാൻസറാണ് വരികയാണെങ്കിൽ നമുക്ക് ആ പരോട്ടിൽ മാത്രമായിട്ട് ആ റേഡിയേഷൻ എവിടെയെല്ലാം എത്തണം എന്നുള്ളത് പല ആംഗിളിൽ കൂടെ നമ്മൾ ചെയ്യും. അതിന് പുതിയ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. IMRT, IGRT അങ്ങനത്തെ പല ടെക്നിക്കുണ്ട്. അപ്പോൾ ആധുനിക മെഷീനിൽ റേഡിയേഷൻ നമുക്കൊരു ഭാഗത്ത് കൊടുക്കണമെങ്കിൽ അവിടെ മാത്രമേ കിട്ടുള്ളൂ. ആ രോഗി റേഡിയേഷൻ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിൽ നിന്ന് റേഡിയേഷൻ്റെ യാതൊരു പാർശ്വഫലങ്ങളില്ലാതെ തന്നെ പുറത്തു പോകും. അപ്പം ഈ റേഡിയേഷൻ ചികിത്സ കൊണ്ടുള്ള മുന്നൊക്കെയുള്ള റേഡിയേഷൻ കൊബാൾട്ടിലാണ് കൊടുത്തിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ശരീരം കറക്കും. നമുക്കൊരു ഭാഗത്ത് മാത്രമായിട്ടത് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഭാഗത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള നോർമൽ സ്ട്രക്ചേഴ്സിലൊക്കെ കിട്ടും. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആധുനിക റേഡിയേഷനും ആധുനിക ടെക്നിക്കും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായി. അതിന് പ്രത്യേക ടെക്നിക്കുകളും പുതിയ മെഷീൻസും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മെഷീൻസൊക്കെ വന്നതോടുകൂടി യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ ഒരു രോഗിക്ക് റേഡിയേഷൻ ചികിത്സ കൊടുത്ത് 100% ഭേദമാക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു രോഗിക്ക് ഇപ്പം നേരത്തെ ചന്ദ്രമോഹൻ പറഞ്ഞ പോലെ സർവൈക്കൽ ക്യാൻസർ വളരെ കോമൺ ആണ്. മുന്നൊക്കെ നമുക്ക് സർവീക്സിൽ റേഡിയേഷൻ കൊടുത്താൽ സർവീക്സിൽ, യൂട്രസിൽ, അതിന് മുന്നേ ഉള്ള ബ്ലാഡറിൽ, ബാക്കിയുള്ള മലാശയത്തിൽ, ബോണിൽ, ഈ ഭാഗത്തെല്ലാം നല്ല ഡോസ് റേഡിയേഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ആ സർവീക്സും യൂട്രസും അതിനോട് വന്ന് കഴലുകളും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്ലാഡറിലോ ബാക്കി സ്ട്രക്ചേഴ്സ് ഇല്ലാതെ കൊടുക്കും. അപ്പം റേഡിയേഷനെ കുറിച്ച് യാതൊരു ഭയപ്പാടും ഇല്ലാതെ തന്നെ രോഗി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമാക്കണം. കാരണം റേഡിയേഷൻ ചികിത്സ കൊണ്ട് മാത്രം ഭേദമാണ് ധാരാളം ക്യാൻസറുകളുണ്ട്.
അതല്ലാതെ തന്നെ മിക്കവാറും എല്ലാ ക്യാൻസറിനും ഈ സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഇതെല്ലാം ഒരു കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം റേഡിയേഷൻ ചികിത്സ കൊണ്ട് യാതൊരു ഭയപ്പാടും വേണ്ട, പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് പുതിയ ടെക്നിക്ക് വെച്ചിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. സർ, തുടർ ചികിത്സ അനിവാര്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സർ? അതാണ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വന്നു, നമ്മൾ ചികിത്സിച്ചു, ഭേദമാക്കി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ഈ ലിംഫാറ്റിക്സ് വഴിയോ വേറെ സ്ഥലത്തൊക്കെ പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നേരത്തെ ഒരു രോഗിക്ക് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വരിക അല്ലെങ്കിൽ വേറെ ഭാഗത്ത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് മറ്റവരുടെ കാര്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഓരോ തുടർ ചികിത്സയ്ക്ക് രോഗികൾ വരാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു, നമ്മൾ സർജറി കഴിഞ്ഞു, കീമോതെറാപ്പി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി, പേഷ്യൻ്റ് ഭേദമായി. പക്ഷേ നമ്മൾ 1 മാസം 2 മാസം കൂടുമ്പോൾ രോഗിയെ വരാൻ പറയും. രോഗി വരുമ്പോൾ നമ്മൾ ആദ്യം രോഗിയെ ഒന്ന് എക്സാമിൻ ചെയ്യും. പരിശോധിച്ചതിന് ശേഷം ചില ടെസ്റ്റുകൾ, മാമോഗ്രാം, അൾട്രാസൗണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനും ഇപ്പോൾ ചികിത്സയുണ്ട്. അപ്പം തുടർ ചികിത്സ ഇല്ലെങ്കിൽ പിന്നീട് കുറേ കഴിയുമ്പോഴത്തോളം ബ്രെയിനിൽ സെക്കൻഡറീസ് ആയിട്ടായിരിക്കും രോഗി നമ്മളെടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ലിവറിലായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ചികിത്സ സങ്കീർണമാവും, പ്രയാസമാവും, 4ാമത്തെ സ്റ്റേജിലോട്ട് പോവും, ഭേദമാക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തും. അപ്പോൾ അതുകൊണ്ടാണ് തുടർ ചികിത്സ നമ്മൾ അത്യാവശ്യമായിട്ട് പറഞ്ഞത്. അതിലുപരി പല ക്യാൻസറുകളും ജനിതകമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വരാനുള്ള സാധ്യത ആ രോഗിക്കുണ്ട്. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വായ്ക്കുള്ളിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നാവിലാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതേ സെൽസും ടിഷ്യൂ ആണ് നമ്മളുടെ തൊണ്ടയിലുള്ളത്. അപ്പം അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് രോഗി തുടർ ചികിത്സയ്ക്ക് വരാനായിട്ട് നമ്മൾ പറയുന്നത്. അതും പല ഇൻ്റർവ്യൂവിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പം ഫസ്റ്റ് ഇയറിൽ നമ്മൾ മാസം തോറും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരാൻ പറയും. നെക്സ്റ്റ് ഇയറിൽ കുഴപ്പമില്ലെങ്കിൽ 3 മാസം, അപ്പോൾ ഇൻ്റർവെൽ കൂട്ടി കൊണ്ടുപോകും. അങ്ങനെ 5 വർഷം വരെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർ ചികിത്സ നമ്മൾ നിഷ്കർഷിക്കും. ക്യാൻസർ വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് നേരത്തെ കണ്ടെത്താൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യം നേരത്തെ കണ്ടെത്താൻ ഒരാൾ അവരവരുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ തികച്ചും ബോധവാന്മാരാക്കണം. നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ അവരവർ തന്നെയാണ് അവരവരുടെ ശരീരത്തിനെ കുറിച്ച് ബോധവാൻ. നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ഒരു മുഴ, സ്ത്രീകളുടെ ഒരു ബ്രസ്റ്റിലെ മുഴ അല്ലെങ്കിൽ കഴലുകളുണ്ടാവുക, അതുപോലെ തന്നെ ശോധനയിലുള്ള വ്യത്യാസം, ബ്ലീഡിങ്, മലത്തിൽ കൂടെ ബ്ലഡ് കാണുക, അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭാശയത്തിൽ നിന്നുള്ള ബ്ലഡ് വരുമ്പോൾ വെജൈനൽ ബ്ലീഡിങ് കാണുക. അപ്പോൾ അങ്ങനത്തെ ഓരോ സിംറ്റംസ് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം, അപ്പോൾ ത്രോട്ട് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. ചുമ, വിട്ടുമാറാത്ത ചുമ വന്ന് നമ്മളൊരു ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു, 2 ആഴ്ച നോക്കി, വീണ്ടും ചുമ മാറുന്നില്ലെങ്കിൽ ശ്വാസകോശാർബത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ശരീരം ശോഷിക്കുക, പെട്ടെന്ന് അകാരണമായിട്ട് ശോഷിക്കുക, അത് വേറൊരു ലക്ഷണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കലയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഓർമ്മയില്ലായ്മ, ഇത് പിന്നെ ആഹാരത്തിന് പെട്ടെന്നുള്ള വെറുപ്പ്, ഈ ലക്ഷണങ്ങൾ ഒക്കെയാണ് പ്രധാനമായ ലക്ഷണം. എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മഴ, ശരീരത്തിലുണ്ടാകുന്ന രക്തസ്രാവം, അത് മലത്തിൽ കൂടെ ആണെങ്കിലും ശരി, അല്ലാതെ സ്ത്രീകളിൽ വരുന്ന മാസമുറ തെറ്റിയുള്ള രക്തസ്രാവം, പിന്നെ ശോധനയിൽ വരുന്ന വ്യത്യാസം, ശരീരം പെട്ടെന്ന് ശോഷിക്കുക, വിട്ടുമാറാത്ത ചുമ വരിക, ചുമച്ച് കഫത്തിൽ കൂടെ ബ്ലഡ് വരിക, ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ക്യാൻസർ അല്ലെന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ ചികിത്സിക്കണം. അപ്പം അതാണ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. ചിലതരം വൈറസുകൾ കാരണം ക്യാൻസർ ഉണ്ടാകുന്നതായിട്ട് അറിയപ്പെടാറുണ്ട്. അത് ഏതൊക്കെയാണ്? അത് നേരത്തെ ചന്ദ്രമോഹൻ പറഞ്ഞു. ഇപ്പോൾ പല ക്യാൻസറുകളും വൈറസ് മൂലമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ വരുന്ന സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയകളെ ക്യാൻസർ, അത് HPV എന്ന് പറഞ്ഞൊരു വൈറസാണ് ഉണ്ടാക്കുന്നതെന്ന് 100% പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 100% ക്യൂറബിൾ ഒരു ക്യാൻസറാണ്. അപ്പോൾ HPV വൈറസ് ഒരു ക്യാൻസർ, അത് ഗർഭാശയതല ക്യാൻസർ. അതുപോലെ തന്നെ ത്രോട്ടിൽ വരുന്നൊരു ക്യാൻസറുണ്ട്, ഓറോഫെരിനിയൽ ക്യാൻസർ, അതും HPV വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും വരും. പിന്നെ നേസോഫെരിങ്സിൽ വരുന്ന എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞൊരു ക്യാൻസറുണ്ട്, അതും ഓൾമോസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അല്ലാതെ നമ്മൾ ലിവറിൽ വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി വൈറസുകളുണ്ട്. ഇത് ലിവറിൽ സിറോസിസ് ഉണ്ടാക്കുകയും പിന്നീട് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം പലതരം വൈറസ് ഇതിൻ്റെ ഒരു കോസാണ്. ചില ബാക്ടീരിയ കൂടെ ഇതുപോലെ ഉണ്ട്. അത് ഈ സ്റ്റൊമക്കിലൊക്കെ വരുന്ന ഒരു ക്യാൻസറുണ്ട്. അതിനകത്ത് ചില ലിംഫോമ എന്നൊക്കെ പറഞ്ഞ ക്യാൻസർ ചില ബാക്ടീരിയ ഉണ്ടാക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വൈറസ് മൂലം ഉണ്ടാവുന്ന ക്യാൻസർ. പിന്നെ ഈ എയ്ഡ്സ് റിലേറ്റഡ് ക്യാൻസർ കുറച്ചുണ്ട്. എയ്ഡ്സ് പോലെയുള്ള അത് വരുന്ന പേഷ്യൻസിന് ചിലതരം ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് ലിംഫോമ അല്ലെങ്കിൽ ഏനൽ ക്യാൻസർ. ഇതെല്ലാം ഈ എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ക്യാൻസറാണ്. ഇതെല്ലാം വൈറസ് സിറ്റിയോടൊക്കെ. പ്രദീപ് സർ, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി കാണപ്പെടാറുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? അതിൻ്റെ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? തൈറോയ്ഡ് ക്യാൻസർ ചെറുപ്പക്കാരിൽ കൂടി വരുന്നു എന്നുള്ള ശരിയാണ്. ഗ്ലോബലായിട്ട് തന്നെ വേൾഡ് വൈഡ് തൈറോയ്ഡ് ക്യാൻസർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. അതിൻ്റെ എക്സാക്ട് റീസൺ പറയാൻ ബുദ്ധിമുട്ടാണ്. റേഡിയോ ആക്റ്റീവ് ഫോളോ ഔട്ടൊക്കെയാണ് എൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. എനിവേ അത് നിൽക്കട്ടെ. ഈ ക്യാൻസറിന് ഒരു വിശേഷമുള്ളത്, നമുക്ക് നേരത്തെ കിട്ടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ് ചികിത്സയും കൊടുക്കാൻ കഴിഞ്ഞ് ഏകദേശം 100% ക്യൂർ കിട്ടുന്ന ഒരു ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റണം. കൊച്ചു കുട്ടികളുടെ കാര്യം എടുത്താൽ കഴുത്തിൽ ഡിഫ്യൂസ് സ്വെല്ലിങ്, തൈറോയ്ഡ് 2 സൈഡിലും ഒരുപോലെ മുഴിച്ചു വരുന്നത് പലരിലും കാണുന്ന കാര്യം. അത് ഒരു പുഴയായിട്ട് കുട്ടികളിൽ വരാറില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യണം എന്നാണ് കണക്ക്. എഫിനേസിയോ അൾട്രാസൗണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ ബാക്കി എന്തിനും പോകാൻ പാടുള്ളൂ. ഏകദേശം അഡൽട്ടിന് മുഴയായിട്ടാണ് കൂടുതലും കാണാറ്. ഒരു മുഴയായിരിക്കാം, പല മുഴകൾ കാണാം. അതിൽ ഒരു മുഴയായിട്ടാണ് കാണുന്നതെങ്കിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്. മൾട്ടി നോഡുലാർ എന്ന് പറയുന്നതിൽ റിസ്ക് ഇപ്പോൾ കുറവുമാണ്. ഇങ്ങനെ കാണുന്ന ക്യാൻസേഴ്സ് നമ്മൾ ആ മുഴ കാണുമ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും സർജനെയോ ആരാന്ന് വെച്ചാൽ കണ്ട് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട്, എഫിനേസിയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. പണ്ടത്തെ മാതിരിയുള്ള സ്കാനുകളൊന്നും ആദ്യം ആ സമയത്ത് ചെയ്യാറില്ല, പിന്നീട് വേണ്ടി വന്നാൽ മാത്രം. അതിൽ അൾട്രാസൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കട്ടിയുള്ള മുഴ, വെറും ലിക്വിഡ് മാത്രമാണെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ല. കട്ടിയുള്ള മുഴയിൽ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്, ലെന്ത് കൂടുതൽ, വീതി കുറവ്, ഇങ്ങനെയൊക്കെയുള്ള ആ മുഴകളിൽ നമ്മളൊരു എഫിനേസി അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് എടുക്കാമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് വളരെ നേരത്തെ തന്നെ അറിയാൻ പറ്റും. ആ അൾട്രാസൗണ്ടിനും എഫിനേസിക്കും ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ക്യാൻസറിൻ്റെ റിസ്ക്കും കൂടുതലാവുകയാണ്. ഇത് ചികിത്സ എങ്ങനെയാണെന്ന് ചോദിച്ചല്ലോ. അത് ചികിത്സ പ്രധാനമായിട്ടും ഓപ്പറേഷൻ തന്നെയാണ്. സർജറി തന്നെയാണ് എൻ്റെ പ്രധാന ചികിത്സ. സർജറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. സർജറി ചെയ്ത് കഴിയുന്നിടത്തോളം മാറ്റുക. ശ്രദ്ധിക്കേണ്ടത്, സർജറി ചെയ്ത് നമ്മുടെ കഴുത്താണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ഞരമ്പുകൾ, രക്തക്കൊഴൽ, ഇങ്ങനെ പലതും പോകുന്നുണ്ട്. അതിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ സ്വല്പം അനുഭവ സമ്പത്തുള്ള ഒരു സർജൻ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലാതെ സർജറി കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരും. ശബ്ദമൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കും, ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ട്യൂബൊന്നും ഇടേണ്ടി വരില്ല. ഇങ്ങനെയുള്ളൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തൈറോയ്ഡ് ബാക്കിയിരിക്കും. എത്ര വിചാരിച്ചാലും മുഴുവൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് ശേഷം റേഡിയോ ആക്റ്റീവ് അയഡിൻ 131 എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, റേഡിൻ. അത് വെച്ചൊരു സ്കാൻ ചെയ്യുമ്പോൾ എത്ര ബാക്കിയുണ്ട്, എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ട്, എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പെത്തോളജി റിപ്പോർട്ട് കിട്ടും. പെത്തോളജി റിപ്പോർട്ട് ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യും. ലോ റിസ്ക്, ഹൈ റിസ്ക്, ഇൻ്റർമീഡിയറ്റ്. ചിലർ ഇൻ്റർമീഡിയറ്റിനെ തന്നെ ലോ ഹൈ ആയിട്ട് എടുക്കാറുണ്ട്. ലോ റിസ്ക് ആണെങ്കിൽ സാധാരണ ഒരു ചെക്കപ്പ് മാത്രം മതി, ഫോളോ അപ്പ് മാത്രം മതി. അദ്ദേഹം പറഞ്ഞു, ജയകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ അതിൽ തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞൊരു ബ്ലഡിലെ മാർക്കറും കൂടി പീരിയോഡിക്കായിട്ട് ചെയ്യണം. ഒരു 6 മാസമോ കൂടുമ്പോൾ ആദ്യത്തെ 2-3 കൊല്ലത്തേക്ക്. പിന്നെ ആണ്ടിലൊരിക്കലും മതി. തൈറോഗ്ലോബുലിൻ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. പിന്നെ തൈറോയ്ഡ് ഗുളിക മാത്രമേ, അത് നമ്മൾ ലൈഫ് ലോങ് കഴിക്കണമല്ലോ, തൈറോയ്ഡ് എടുത്ത് മാറ്റിയതില്ല. ആ ഡോസേജ് കറക്റ്റാണോ എന്നറിയാൻ TSHും 6 മാസത്തിലൊരിക്കൽ TSHും കൂടി നോക്കണം. നേരത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹൈ റിസ്ക് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ അയഡിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. രണ്ടാമത്തെ ലൈനായിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ തന്നെ ഡോസ് കൂട്ടി, സ്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡോസിലാണ്. ചെറിയ ഡോസിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തിലുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഹൈ ഡോസിൽ കൊടുക്കുമ്പോൾ ഇത് ഇൻറ്റേർണൽ സർജറി മാതിരിയാണ്. സെല്ലിനകത്ത് പോയിട്ട്
ആ സെല്ലിനകത്തുനിന്ന് നശിപ്പിച്ചാലാണ്, പുറത്തൊന്നും ഒരു പാട് പോലും വരിയില്ല. റേഡിയേഷൻ്റെ പാർശ്വഫലങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത് പറയാം. ഈ രീതിയിൽ ഒരു താരതമ്യേന ചെറിയ ഡോസ് എന്ന് പറയാം. അത് വെച്ചൊരു 50 യൂണിറ്റോ 50 യൂണിറ്റോ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് പൂർണ്ണമായിട്ടും പോയി കിട്ടും. ഇത് പോകുന്നതുകൊണ്ട് ബാക്കിയിരിക്കുന്ന തൈറോയ്ഡ് ടിഷ്യൂ പോകുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം, ഒന്ന് അവിടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട. രണ്ടാമത് ഈ തൈറോഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് ടിഷ്യൂ അവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടി വന്നേക്കാം. തൈറോയിഡൈറ്റിസ് മുതലായ അസുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ TGയുടെ വാല്യൂ, തൈറോഗ്ലോബുലിൻ ടെസ്റ്റിൻ്റെ വാല്യൂ വളരെയധികം കൂടുന്നു, ഗണ്യമായിട്ട് കൂടുന്നു, ഒട്ടും ബാക്കിയില്ലെങ്കിൽ. പിന്നെ ഇത് നമ്മൾ ആ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും മറ്റ് ലക്ഷണങ്ങളുമായിട്ടായിരിക്കും വരിക. ഇപ്പോൾ ഒരു പേഷ്യൻ്റുണ്ട്, നെഞ്ചിൽ എല്ലിൽ ഒരു മുഴയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കക്ഷിക്ക് റേഡിയോ ഐഡൻ സ്കാൻ ചെയ്യുമ്പോൾ തൈറോയിഡിലെ അപ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രമല്ല, ഇവിടെ അപ്റ്റേക്ക് ഉണ്ടോ എന്നും കൂടി നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാലിലാവാം, വേറെ എവിടെ ഒന്ന് വരാമല്ലോ. ഇങ്ങനെയുള്ളതിന് സെക്കൻഡറീസാണ്, നമ്മൾ അറിയാം, സെക്കൻഡറീസാണ് വരുന്നത്. ആ ഇതിനും റേഡിയോ ഐഡൻ തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചികിത്സ. റേഡിയോ ആക്റ്റീവായിട്ട് പക്ഷേ അതിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. എല്ലിനാണെങ്കിൽ 10-200 യൂണിറ്റ് വരെ കൊടുക്കണം. പക്ഷേ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. ഈ പറഞ്ഞ മാതിരി എക്സ്റ്റേണൽ റേഡിയോതെറപ്പി പോലെയല്ല, പുറത്തുനിന്നല്ലല്ലോ, പേഷ്യൻ്റ് തന്നെ റേഡിയോ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതാണ്. വീട്ടിൽ പോകുന്നത് നമ്മൾ റേഡിയേഷൻ ലെവൽ നോർമലാക്കിയിട്ടേ വിടുകയുള്ളൂ. അഡ്മിറ്റ് ചെയ്യും. റേഡിയേഷൻ ലെവൽ കുറയുമ്പോഴേ വീട്ടിൽ പോകാൻ പറ്റും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും കൊച്ചുകുട്ടികളോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകാൻ പാടില്ല. ഒരാഴ്ചയെങ്കിലും, ഞങ്ങൾ 2 ആഴ്ചയാണ് പറയാറ്. സ്വല്പം കെയർഫുള്ളായിട്ട് വേണം ഇരിക്കാൻ. ബസ്സിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തുള്ള ആൾക്കാർ നല്ല തിരക്കുള്ള ബസ്സൊക്കെ ഒഴിവാക്കുക, കഴിയേണ്ടത്തോളം ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കുക. ഈ ചികിത്സകൾ കഴിയുമ്പോൾ സാധാരണഗതിയിൽ പ്രശ്നമൊന്നുമില്ലാതെ പോവും. പിന്നെ ചിലർക്ക് ഇതുകൊണ്ട് കൺട്രോളായി കിട്ടുന്നില്ലെങ്കിൽ പുതുതായിട്ടുള്ള ലെൻവാറ്റിനിബ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുളികകളുണ്ട്, അത് കൊടുക്കാറുണ്ട്. അത് വെച്ച് നമ്മുടെ പേഷ്യൻസ് ഒരുപാട് പേര് ലോങ് ടേം ഫോളോ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. പാർശ്വഫലങ്ങൾ ചോദിച്ചല്ലോ. പാർശ്വഫലങ്ങൾ എന്ന് പറയാൻ റേഡിയോ ഐഡൻ ഒരു കമ്പാരിറ്റീവ്ലി സേഫ് മരുന്നാണ്. ഒരു 60-70 വർഷമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അതിൽ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. പ്രധാനമായിട്ട് ഉള്ളത് നമ്മുടെ തൈറോയ്ഡ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഈ സലൈവറി ഗ്ലാൻഡിലാണ്, തുപ്പലുണ്ടാകുന്ന ഗ്ലാൻഡുകളിൽ. അപ്പോൾ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ തുപ്പലിൻ്റെ കുറവ് വരും. തുപ്പലിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തോന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം പിന്നെ തൊണ്ട എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അറിയില്ല, ശബ്ദം ശരിയാവത്തില്ല, ടേസ്റ്റ് അറിയാൻ പറ്റില്ല, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ഐഡൻ കൊടുത്തു കഴിയുമ്പോൾ നാരങ്ങയോ വൈറ്റമിൻ സിയോ മറ്റോ നാക്കിൽ തൊടാൻ പറയും. അത് വരുമ്പോഴേക്കും തുപ്പൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഈ പാർശ്വഫലം കുറയ്ക്കാനും പറ്റും, നല്ലോണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റേഡിയോ ഐഡൻ കാരണം മറ്റ് ക്യാൻസേഴ്സ് ഉണ്ടാവുമോ? ദേഹത്തിൻ്റെ ഉള്ളിൽ റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കോശങ്ങളെ ബാധിക്കുകയും അങ്ങനെ ക്യാൻസർ ഉണ്ടാവുമോ എന്നുള്ള പേടിയുണ്ടാവും. പക്ഷേ റേഡിയോ ഐഡൻ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു റേഡിയേഷൻ കണിക അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ ഒരു കോശത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ കോശം കംപ്ലീറ്റായിട്ട് നശിക്കുകയാണെങ്കിൽ അവിടെ ക്യാൻസർ വരാൻ ഒക്കില്ല, അടുത്തല്ലേ ഡെഡാണ്. കംപ്ലീറ്റ് കടന്നു പോവുകയും അതിന് വേണ്ട റിപ്പയർ മെക്കാനിസം വരികയും ചെയ്യണമെങ്കിലും ക്യാൻസർ വരികയില്ല. അപ്പോൾ റേഡിയേഷൻ കടന്നു പോയിട്ട് നാശം ഉണ്ടാവുകയും ഡാമേജ് ഉണ്ടാവുകയും പ്രോപ്പറായിട്ടുള്ള റിപ്പയർ നടക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് വരുന്നത്. അത് അപൂർവമായിട്ട് റേഡിയോ ആൻഡിൽ വരാൻ പറ്റുള്ളൂ. അതൊരു ബീറ്റ എമിറ്ററാണ്, നല്ല റേഡിയേഷനാണ് ആ സെല്ലിനകത്ത് കിട്ടുന്നത്, സൈഡിലല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നുണ്ട് അപൂർവമായിട്ട് ഒരു ബ്ലഡ് ക്യാൻസറും മറ്റുമൊക്കെ വരാൻ റിസ്ക് ഉണ്ടെന്ന്. ഞാനിതുവരെ സത്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ റിസ്ക് തീരെ കുറവാണ്. പിന്നെ ജനറ്റിക് പ്രോബ്ലം അടുത്ത ജനറേഷനിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് യൂറിൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കിഡ്നിയിൽ വന്നിട്ട് ബ്ലാഡറിൽ വന്ന് യൂറിനറി ബ്ലാഡറിൽ കിടക്കും. സ്ത്രീകളുടെ കാര്യത്തിൽ ഓവറി തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത്, 2 സൈഡിലായിട്ട്. അപ്പോൾ ഓവറി ഡോസ് കുറേ കിട്ടും. അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തേക്ക് മിനിമം 1 വർഷത്തേക്ക് പ്രഗ്നൻസി പാടില്ല എന്ന് പറയാറുണ്ട്. അതിപ്പോൾ ചില ഗ്രൂപ്പുകൾ 4 മാസം മതി എന്ന് പറയുന്നു. ഞാനിപ്പോഴും 1 വർഷം തന്നെയാണ് പറയാറ്. പക്ഷേ ഫീറ്റൽ ഡാമേജ് അതും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ലിറ്ററേച്ചറിൽ 1-2 കേസുകൾ പറയുന്നതല്ലാതെ അത് കണ്ടിട്ടില്ല. ഇതാണ് പ്രധാനമായിട്ടും പാർശ്വഫലം. ഞാൻ കണ്ടിട്ടുള്ള മെയിൻ പാർശ്വഫലം സലൈവറി ഗ്ലാൻഡിന് വരുന്ന പ്രശ്നങ്ങളാണ്. വയറ്റിനും കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ വയറ്റിൽ ഗാസ്ട്രൈറ്റിസ്, അട്രോഫിക് ഗാസ്ട്രൈറ്റിസ് ഇതൊക്കെ തിയറി പറയുന്നുണ്ട്, അങ്ങനെ കാണാറില്ല. സർ, പെറ്റ് സ്കാൻ എന്നാൽ എന്താണ് സർ? അതിന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്? ഒരു ശരീരത്തിനകത്ത് അസുഖം വരുമ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരാം, സ്ട്രക്ചറിന് മാറ്റം വരാം,
പ്രവർത്തനത്തിന് മാറ്റം വരും, ഫങ്ഷന് മാറ്റം വരും. ഇപ്പോൾ പറഞ്ഞിരുന്ന തൈറോയ്ഡ് ക്യാൻസറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ തൈറോയ്ഡ് ക്യാൻസറിൽ അയഡിൻ അപ്ടേക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്യാൻസർ കോശങ്ങളിൽ ഈ അപ്ടേക്ക് മെക്കാനിസം വളരെ കുറവാണ്. എന്ന് പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങൾക്കും ആവശ്യമാണ്. പ്രധാനമായിട്ടും ബ്രെയിന് മുതലായ അവയവങ്ങൾ വർക്ക് ചെയ്യണതേ അതിൻ്റെ ഫ്യൂവൽ ഗ്ലൂക്കോസ് ബേസ്ഡാണ്. അപ്പോൾ ആ ഗ്ലൂക്കോസിൽ കൂടെ നമുക്കൊരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെവിടെയൊക്കെ പോകുന്നു അതിൻ്റെ ഒരു പടം എടുക്കാനും ഇമേജ് എടുക്കാനും എളുപ്പമാണ്. പക്ഷേ ഗ്ലൂക്കോസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ നമ്മുടെ സാധാരണ ഇതിന് പറ്റിയില്ല. ഫ്ലൂറിൻ 18 എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്, ഫ്ലൂറിൻ്റെ 18ാം നമ്പറുള്ള അത്. അതിൽ പോസിട്രോൺ എന്ന് പറഞ്ഞൊരു എമിഷനാണ് വരുന്നത്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് പ്ലസ് ആകുമ്പോൾ പോസിറ്റീവ് ആകുമ്പോഴുള്ളതിനാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. ഇത് ഒരു ആറ്റത്തിൽ നിന്ന് ഫ്ലൂറിൻ 18 നിന്ന് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, 2 ഗാമാ റേ വരികയും ചെയ്യും. ആ ഗാമാ റേ നമുക്ക് പുറത്തുനിന്ന് ഇമേജ് ചെയ്യും, അത് എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇത് പ്രവർത്തനം കൂടുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും തന്നെ FDG അപ്ടേക്ക് വളരെ കൂടും. ക്യാൻസർ കോശങ്ങൾക്കൊക്കെ ഇതൊരു പ്രത്യേകതയാണ്. അത് സെക്കൻഡറീസ് ആയാലും പ്രൈമറി ആയാലും മിക്കവാറും എല്ലാത്തിനും പ്രവർത്തനക്ഷമത ഈ ഗ്ലൂക്കോസിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും ഇതവിടെ പോവുകയും ചെയ്യുക. അതുകൊണ്ടൊരു നോൺ സ്പെസിഫിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വളരെ ഏർലി ആയിട്ട് തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അതെങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനും ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗിക്കാണെങ്കിൽ ആ ചികിത്സയുടെ എഫിക്കസി എത്രത്തോളം ഉണ്ട്, ചികിത്സ കൊണ്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനും ഒക്കെ ഇത് കൊണ്ട് പറ്റും. പിന്നെ അസുഖം മാറിയെന്ന് കഴിയുമ്പോൾ ഇന്ന് പറയണ്ടായി ചില രോഗികൾ എന്നിട്ട് അസുഖം മാറിയെന്ന് എന്താ ഉറപ്പ് രോഗിക്കുകയാണെങ്കിൽ അതിനും പ്രവർത്തനമായിട്ടുള്ള സെല്ലുണ്ടെങ്കിലേ വരുള്ളൂ. അപ്പോൾ ഇതൊരു ഫോളോ അപ്പ് സമയത്തും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ലിംഫോമയിൽ പ്രത്യേകിച്ച്. ഈ മറ്റ് ക്യാൻസേഴ്സിൽ ലിംഫോമ മാതിരിയുള്ള യൂസ് വരുന്നില്ലെങ്കിലും അത് പ്രൈമറി എവിടെ ഉണ്ട്, പ്രൈമറി അല്ലാതെ സെക്കൻഡറീസ് എവിടെയൊക്കെ ഉണ്ട്, ചികിത്സ എഫക്റ്റീവ് ആയോ ഇല്ലയോ, വീണ്ടും റെക്കറൻസ് വരുന്നുണ്ടോ, അല്ല ആൾ നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണോ എന്നൊക്കെ ആൾ അറിയാനാണ് പ്രധാനമായിട്ടും പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. പെറ്റ് സ്കാൻ ഒരു ഘടന മാത്രമല്ല, അതിൻ്റെ കൂടെ CT കൂടെ ഉള്ളതുകൊണ്ട് സ്ട്രക്ചർ അറിയാം. അതിനേക്കാൾ പ്രധാനം ആ ട്യൂമറിലുള്ള കോശങ്ങൾ പ്രവർത്തനക്ഷമമാണോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഏറ്റവും അധികം സഹായിക്കുന്നത് പെറ്റ് സ്കാനാണ്. സ്വാഭാവികമായിട്ടും പെറ്റ് സ്കാൻ ഇപ്പോൾ വളരെ അധികം യൂസ് ചെയ്യുന്നൊരു ഇൻവെസ്റ്റിഗേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചർച്ചയിലൂടെ പലതരം ക്യാൻസറുകൾ, അവരുടെ മുൻകരുതലുകൾ, അവരുടെ രോഗാവസ്ഥകൾ, പിന്നെ ചികിത്സാ രീതികൾ എന്നിവയെക്കുറിച്ച് അറിയാനും പൊതുസമൂഹത്തിലേക്കൊന്ന് അറിയിക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതുവഴി പൊതുസമൂഹത്തിൽ തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അവബോധം സൃഷ്ടിക്കാനും അത് ഉയർത്താനും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി.